അവൻ്റെ ഈമാന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒട്ടനവധി കാര്യങ്ങളിലെ സൂക്ഷ്മത കൊണ്ടാണ് ലഭിക്കുന്നത്. അവൻ്റെ കച്ചവടത്തിൽ സൂക്ഷ്മത, അവൻ്റെ നിസ്കാരത്തിലെ സൂക്ഷ്മത, അവൻ്റെ പരിശുദ്ധ ഖുർആനോദലിലും പള്ളിയിലെ ഇരുത്തത്തിൽ തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ മാക്സിമം പ്രതിഫലം കിട്ടാൻ വേണ്ടി തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള യുദ്ധം, ഭജനത്തിന്റെ നിയ്യത്തോടെ യുദ്ധം. നബിയുൽ ഇഅ്തികാഫ് ഫീ ഹാദിൽ മസ്ജിദില്ലാഹി തആല ഒരു നിയ്യത്ത് വെച്ചോളൂ. അള്ളാഹു ഈ പള്ളിയിൽ കഴിയുന്ന സമയം അത്രയും ഇഅ്തികാഫിന്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഓരോ അമലിന്റെയും സൂക്ഷ്മത കൊണ്ട് ഈമാനിന് വർധനമുണ്ടാകും. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈമാൻ യസീദു വ യൻഖുസു, ഈമാൻ കൂടിയും കുറഞ്ഞു നിൽക്കുമെന്നാണ്. ഒട്ടനവധി ശുദ്ധികൾ ചേർന്ന് വരുമ്പോഴാണ് പരിപൂർണമായ ഒരു മുഅ്മിനായി നമ്മൾ മാറുന്നത്. അതിൽ ഒരു പ്രധാന വിഷയം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവുമായി ബന്ധപ്പെടുത്തി ധാരാളം പറയാനുണ്ട്. ഒറ്റൊരു കാര്യം ഉണർത്തി, നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി അവർ തരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ഒരു സൂക്ഷ്മത, അത് രുചികരമാക്കി തന്നെ അതിനെ നമ്മൾ ചിത്രീകരിക്കുക എന്ന് പറയും. നമുക്കിഷ്ടം ചെറിയൊരു രുചിയിൽ വ്യത്യാസം വന്നാൽ പോലും നമ്മൾ പൊരുത്തപ്പെട്ട് അത് കഴിച്ച് അൽഹംദുലില്ലാഹ് കൊള്ളാം. 4 മണി മുതൽ നോമ്പിൻ്റെ അന്ന് നോമ്പ് തുറയ്ക്ക് വേണ്ടി 4 മണി മുതൽ അടുക്കളയിൽ കയറുന്ന നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മച്ചി, ചെറിയ പ്രായമൊക്കെ ഓർക്കണം. നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മ നമുക്ക് ഉണ്ടാക്കി തന്നു. ഒരു അത്താഴത്തിൻ്റെ പഴയകാല ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. നമ്മുടെ ഉമ്മച്ചിയൊക്കെ നമ്മളെ ഉണർത്തിയിരുത്തി ഭക്ഷണം നൽകിയത്. നോമ്പ് തുറയുടെ സമയത്ത് 4 മണി മുതൽ കഠിനാധ്വാനം ചെയ്ത് അടുക്കളയിൽ രുചികരമായ ഭക്ഷണം അവരുണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചു തരുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അവരിങ്ങനെ നോക്കിയിരിക്കും. നമ്മളൊരു ചൂടൻ ഭർത്താവരുത്, അങ്ങനത്തെ ഒരു മകനാവരുത്. ആ മുഖത്ത് നോക്കി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നല്ല രുചി എന്ന് പറഞ്ഞ മദഹ് പറയണം. ഒരു പക്ഷേ നമുക്ക് അതിലൊരു ഉപ്പോ ഒരല്പം രുചിയിലോ ഒരല്പം വെള്ളം കൂടി പോയോ എന്തെങ്കിലും നമുക്ക് വന്നാലും നമ്മൾ ആ പെണ്ണിൻ്റെ മുന്നിൽ ക്ഷമയോടെ ഇരുന്നിട്ട് അവർക്ക് സന്തോഷം പകരൂലേ. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും നടക്കുന്നൊരു കാര്യം, കൊണ്ടുവച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും എന്തോ രുചിയത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കഴിച്ചിട്ട് പറയാം, കഴിച്ചിട്ടും അങ്ങനെ പറയും. ഉപ്പുണ്ടാവും, ഇത് ഉപ്പ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ പറയും ഉപ്പ് കൂടുതൽ ഇഷ്ടമല്ല, ഞങ്ങൾ ഉപ്പ് റാഹത്തായിരുന്നെങ്കിൽ എല്ലാം അടിപൊളി കളർഫുൾ, നല്ല ചൈനീസ് കൊടുത്ത് എന്ത് രസം, കളർ നല്ല മോഡൽ കൊള്ളാം, അടിപൊളി ഡ്രസ്, അടിപൊളി വേഷം, അടിപൊളി എല്ലാത്തിനും റാഹത്ത് പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നില്ലേ, ഒരു വിട്ടുവീഴ്ച നമ്മൾ കാണിക്കുന്നില്ലേ. ഇതേപോലെയാണ് നമ്മുടെ മുന്നിൽ തിരുനബി നമ്മുടെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിക്കാൻ കിട്ടിയ ഭക്ഷണത്തെ ഉമ്മച്ചിയെ കുറ്റം പറയുമോ, നിങ്ങളുടെ ഭാര്യകൾ കുറ്റം പറയും, ആരും പറയില്ല. അതുപോലെ നമുക്ക് ഭക്ഷണം നൽകുന്ന എല്ലാവരെയും അള്ളാഹു കബൂലാക്കട്ടെ. അത്താഴം തരുന്നവരുണ്ട് നമ്മുടെ ഈ പള്ളിയിൽ. എനിക്ക് നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ പലർക്കും അവർ ഭക്ഷണം കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി ഭക്ഷണം തന്ന വീടുകളുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, വലിയ പ്രതിഫലം നൽകട്ടെ. നോമ്പുതറ അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് പാചകം ചെയ്ത് ഇക്കമാരും മുഹമ്മദ് ഉസ്താദ് കൊണ്ടുവച്ച് എല്ലാ വർഷവും ദുആ ചെയ്യും. അവർക്ക് എല്ലാ ഖൈറും കൊടുക്കണേ പടച്ചവനെ. നല്ല നോമ്പുതറ ഈത്തപ്പഴവും ധാരാളം ഇഷ്ടംപോലെ ഹദിയയും സദഖയും നോമ്പ് കിറ്റും ഒക്കെ നൽകിയവരാണ്. എല്ലാവരെയും ശുക്ർ ചെയ്യുന്നു, ഓർക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതൊരു ഈമാന്റെ പരിപൂർണതയുടെ ഒരു അടയാളം. തഖ്വ ഒരു മനുഷ്യനുണ്ട് എന്നതിന്റെ തെളിവാണ്. ഒത്തിരി സൂക്ഷ്മത വേണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു വലിയ തഖ്വയുടെ അടയാളമാണ് അള്ളാഹു ആദരിച്ചതിനൊക്കെ ആദരിക്കുമ്പോഴും അവന് തഖ്വയുള്ള ലക്ഷണമാണ്. ഒരാൾ ഖുർആൻ ഓതുന്നു, അവന് തഖ്വ കൂടാൻ അത് കാരണമാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ഖുർആൻ ഓതുന്നവന് തഖ്വ കൂടും, സൂക്ഷ്മത കൂടും, അള്ളാഹിനെ പേടി കൂടും. നിസ്കാരം കൃത്യമാണ്. ഒരാൾ ഫർദും സുന്നത്തും, അയാൾക്ക് റബ്ബിന് ഭയങ്കര തഖ്വയാണ്, എപ്പോഴും സൂക്ഷ്മതയാണ്, ഭക്ഷണത്തിൽ സൂക്ഷ്മതയാണ്. അതേപോലെ ഓരോ പള്ളിയുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും ധാരാളം തഖ്വ അവർക്കുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെയാണ്. ഇതുകൊണ്ടങ്ങ് സ്റ്റോപ്പായാലോ? അള്ളാഹു ആദരിച്ചതിനെയും കൂടെ ആദരിക്കുമ്പോൾ അവരുടെ തഖ്വ വീണ്ടും കൂടും. അള്ളാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിച്ചത്. അവനിൽ റബ്ബിനെ പേടി, റബ്ബിനെ ഭയം. റബ്ബിനെ പേടി എന്ന് അള്ളാഹിനെ പേടിച്ചിങ്ങനെ കുറച്ച് പനി പിടിച്ചിരിക്കുന്നതല്ല. അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യാൻ ഒരു ആഗ്രഹം, ത്വര, വല്ലാത്തൊരു കൊതി. അവൻ നിരോധിച്ചൊക്കെ വെടിയാനുള്ളൊരു മനസ്സ്. ഇതാണ് തഖ്വ. എല്ലാ തിന്മയും ഒരു ഊടുവഴിയിൽ നിറയ്ക്കപ്പെട്ട ഉള്ളിനിടയിലൂടെ ശരീരത്തിൽ അത് തട്ടാതെ പോകുന്ന മറുകരയെത്തുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ സൂക്ഷ്മതയോടെ. മുള്ളു കൊള്ളല്ലേ, കൊള്ളല്ലേ, കൊള്ളല്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ തഖ്വയുടെ അടയാളം ഇന്നത്തെ മുത്തുബദ്രീങ്ങൾ ഓർക്കലും മദ്ഹ് പറയലും അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ തറാവീഹിന്റെ പ്രതിഫലമാണ് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇബാദു സ്വാലിഹീങ്ങൾ
റബ്ബാനിയ ഉലമാക്കൾ എല്ലാ ആബിദീങ്ങളെയും നമ്മൾ മദ്ഹ് ചെയ്യണം, ഓർക്കണം. അത് നമ്മുടെ പാപമോചനത്തിനും കൂടെ കാരണമാണ്. ബുഖാരിയുടെ ഹദീസ് മാത്രം നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളോട് പറഞ്ഞു, ഓ ബദരീങ്ങളെ, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പുറത്തു തരും. ചെറുതൊരു വല്ലാത്തൊരു വാക്കല്ലേ. നിങ്ങൾ ഇനി എന്ത് നിങ്ങൾ സംഭവിച്ചാലും ഞാൻ പുറത്തു തരും. ഫത്ഹുൽ ബാരിയിലുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത്ര റബ്ബിന് ബദരീങ്ങൾ ഇഷ്ടമാണ്. ഏതാ ബദരീങ്ങൾ? പുണ്യ മദീനയിലെ പച്ചക്കുട്ടയുടെ താഴെ പരിശുദ്ധ ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ്. ആ മുത്തു ബദരീങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഫത്ഹുൽ ബാരി പറയുന്നത്, സ്നേഹത്തിന്റെ കടുപ്പം ഒരൊറ്റ അമല് കൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. ബദറിലെ രണാങ്കണത്തിൽ ഗോതയിൽ ശത്രുക്കൾക്ക് എതിരായി ശത്രുക്കളെ തകിടം മറിച്ച് തകർത്ത് കളയുന്ന ഈമാന്റെ കരുത്ത് 5000 മലക്കുകളെ റബ്ബ് ഇറക്കിയ ആ അനുഗ്രഹീത നിമിഷം അത് റബ്ബിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഈമാന്റെ തെളിവാണ്, അവരുടെ തഖ്വയുടെ അടയാളം. റബ്ബിന് ഇഷ്ടപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ പൊരുത്തപ്പെട്ടരാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ തിന്മയും അവർ പിന്നെ ചെയ്യുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവർ ഒത്തിരി ഒത്തിരി ശുക്ർ പറഞ്ഞ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കും സൂക്ഷ്മത പുലർത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് തറാവീഹ് കഴിഞ്ഞ ഉടനെ വിത്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിയ്യത്ത് പറഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അവസാനത്തെ ആ മഹത്തുക്കളായ ബഹുമാന്യരായ മുത്തുബദരീങ്ങളുടെ പേരും ചൊല്ലി ഇൻഷാ അല്ലാഹ് ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പുതുറ നമുക്ക് നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ. അള്ളാഹു അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഗൾഫിലുള്ളവർ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അവരുടെ കുടുംബത്തിൽ എല്ലാവരും ഹൈറും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ സഹോദരന്റെ കുടുംബത്തിന്റെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയുടെ തൊട്ട് താഴെയുള്ള ഒരു ഇത്തയാണ് ഇന്നത്തെ തറാവീഹ് കഴിഞ്ഞിട്ടുള്ള ബിരിയാണി സെറ്റ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അവരുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അത് കഴിക്കുന്ന പൊന്നുമക്കളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ മകൻ, അവരുടെ പ്രിയപ്പെട്ടവർ, വിദേശത്തുള്ളവരിൽ എല്ലാവരിലും ഖൈർ അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. എല്ലാവരുടെ ശർറ് ബലാ മുസീബത്ത് അവരെയും കുടുംബത്തെയും നമ്മളെയും അള്ളാഹു സലാമത്താക്കി തരട്ടെ. മുത്തുബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരു തെല്ല് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഭാവികളായ നമുക്കെല്ലാം അള്ളാഹു നസീബാക്കുമാറാകട്ടെ.